പൊന്നുരുളിയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. നല്ലൊരു ഇടിച്ചക്ക കിട്ടിയപ്പോൾ അതുകൊണ്ട് ഒരു ഇടിച്ചക്കത്തോരനുണ്ടാക്കി ആ വീഡിയോ നിങ്ങളുമായി ഷെയർ ചെയ്യാമെന്ന് വെച്ചു. പലരും പല രീതിയിലും ഇടിച്ചക്കത്തോരൻ വെക്കാറുണ്ട്. ഞങ്ങൾ തന്നെ ഒന്നോ രണ്ടോ രീതിയിലൊക്കെ വെക്കും. വീഡിയോ മുഴുവൻ കണ്ട് ഇന്നത്തെ എൻ്റെ ഇടിച്ചക്കത്തോരൻ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായാൽ അതൊന്ന് പരീക്ഷിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ അറിയിക്കണം. പോരാത്തതിന് നിങ്ങൾ വ്യത്യസ്തമായ ഏതെങ്കിലും രീതിയിലാണ് തോരൻ വെക്കുന്നതെങ്കിൽ അതുകൂടി കമൻറ്റിലൊന്ന് പറയും. ഇന്നത്തെ തോരന് ഈ ചക്കയുടെ പകുതിയാണ് എടുക്കുന്നത്. ചക്കയുടെ കരിന്തൊലി കളഞ്ഞ് ബാക്കിയുള്ള ഭാഗം ഇതേപോലെ വെഡ്ജ് ഷേപ്ഡ് പീസസായി കട്ട് ചെയ്ത് ഒരു പ്രാവശ്യം കഴുകിയെടുക്കുന്നു. ഇടിച്ചക്ക ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ കുരുവോ ചകിണിയോ ഒന്നും പ്രത്യേകം മാറ്റേണ്ടതില്ല. എല്ലാം കൂടി ഒന്നിച്ചാണ് ഇരിക്കുന്നത്. എല്ലാം ഒരേപോലെ തന്നെ കൂട്ടാൻ വെക്കാവുന്ന പരുവവുമാണല്ലോ. നന്നായി ഒരു പ്രാവശ്യം കഴുകിയ ചക്ക കൂട്ടാൻ വെക്കുന്ന പാത്രത്തിലേക്കിട്ട് അതിലേക്ക് ഒരല്പം മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ മുളക് പൊടി, ഇത് ഒരല്പം കൂടിപ്പോയി മുളക് പൊടി, അബദ്ധം പറ്റിയതാണ്, ആവശ്യത്തിന് മുളക് പൊടി, പിന്നെ ഉപ്പ്, പാകത്തിന് ഉപ്പ് എന്നിവ ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി അതിലേക്ക് അടുക്കി പിടിക്കാതെ ചക്ക വേവാൻ പാകത്തിന് മാത്രം വെള്ളമൊഴിക്കുക. ഒരുപാട് വെള്ളം വേണ്ട. എല്ലാം നന്നായി ഒന്ന് കൂട്ടി ഇളക്കി ഉപ്പും മറ്റും പരുവമാണോ എന്ന് നോക്കി അടച്ചു വെച്ച് പാകം ചെയ്യുക. വളരെ വേഗം തന്നെ ഇത് വേവും. അതുകൊണ്ടാണ് അധികം വെള്ളം ചേർക്കരുതെന്ന് പറഞ്ഞത്. പിന്നെ അടച്ചു വെച്ച് പാകം ചെയ്യാനും ശ്രദ്ധിക്കുക. തീ കുറച്ച് വെച്ചാൽ മതി. ഈ സമയം തേങ്ങ അരപ്പ് തയ്യാറാക്കാം. വളരെ സാധാരണയായി എല്ലാ തോരനുകൾക്കും ചെയ്യുന്നത് പോലെ 1-2 അല്ലി വെളുത്തുള്ളി, കുറച്ച് ജീരകം, തേങ്ങ 1-1.5 പിടി, അതും കറിവേപ്പിലയും കൂട്ടി ഒറ്റക്കറക്ക്. അങ്ങനെ തോരൻ്റെ അരപ്പ് റെഡിയാണ്. അരപ്പ് തയ്യാറാക്കി മാറ്റി വെച്ചു. ഇനി ചക്ക വെന്തോ എന്ന് നോക്കാം. ചക്ക നന്നായി വെന്തിട്ടുണ്ട്. എന്നാൽ അധികം വെള്ളമൊന്നും ബാക്കിയുമില്ല. ഇനി അടപ്പ് മാറ്റി കുറച്ച് സമയം തുറന്ന് വെച്ച് അധികമുള്ള വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കാം. വെള്ളം വറ്റിക്കഴിഞ്ഞാൽ ഒട്ടും തന്നെ അടുപ്പിൽ വെച്ചുകൊണ്ടിരിക്കരുത്. അടുക്കി പിടിച്ച് അത് ചീത്തയാവും. വേഗം തന്നെ അടുപ്പിൽ നിന്ന് മാറ്റാം. ചൂടൊന്ന് ആറിയ ശേഷം മിക്സിയിലിട്ടതൊന്ന് ചതച്ചെടുക്കാം. ചൂടൊന്ന് കുറഞ്ഞു കഴിയുമ്പോൾ മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇടിച്ചക്ക കഷ്ണങ്ങൾ കുറേശ്ശെയായി ഇട്ട് ഒന്ന് പൾസ് ചെയ്ത് ഇതേപോലെ വേർപെടുത്തിയെടുക്കുക. അഥവാ ഏതെങ്കിലും കഷ്ണങ്ങൾ ഉടയാതെ കിടക്കുന്നുണ്ടെങ്കിൽ വിരൽ കൊണ്ടൊന്ന് ഞെരടിയാൽ മതി, നന്നായി ഉടഞ്ഞു കിട്ടും. വീഡിയോയിൽ കാണുന്ന പരുവത്തിൽ ഇടിച്ചക്ക കഷ്ണങ്ങളെല്ലാം ഉടച്ചു. ഇനി അതിലേക്ക് തയ്യാറാക്കി വെച്ചിരുന്ന തേങ്ങ അരപ്പ് കൂടി ചേർത്ത് നന്നായി ഒന്ന് കൂട്ടി ഇളക്കുന്നു. അവസാനം തോരനാക്കാനായി ഉഴുന്ന് ചേർത്താണ് കടുക് വറക്കുന്നത്. അടുപ്പത്തേക്ക് ചീനച്ചട്ടി വെച്ച് പാകത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് ഉഴുന്നിടുന്നു. ഉഴുന്നൊന്ന് ചെറുതായി നിറം മാറി വരുമ്പോൾ അതിലേക്ക് കടുകും വറ്റൽമുളകും കറിവേപ്പിലയും ചേർത്തൊന്ന് ഇളക്കുന്നു. ഇടിച്ചക്കത്തോരന് മാത്രമാണ് ഞങ്ങൾ ഉഴുന്ന് കൂടി ചേർത്ത് കടുക് വറക്കുന്നത്. ഉഴുന്നിൻ്റെ ആ ഒരു ക്രഞ്ചും കൂടി ഈ തോരനിലേക്ക് വരുമ്പോൾ വളരെ ടേസ്റ്റിയാണ്. ഇതെല്ലാം നന്നായി മൂത്ത ശേഷം അതിലേക്ക് അരപ്പ് ചേർത്ത് ഇളക്കി വെച്ചിരിക്കുന്ന ഇടിച്ചക്ക കൂടി ചേർക്കുന്നു. വീണ്ടും നന്നായി കൂട്ടി ഇളക്കി നിരത്തിയിട്ട് കുറച്ച് സമയം കൂടി പാകം ചെയ്യുന്നു. അധികമുള്ള വെള്ളവും മറ്റും തോർന്ന് ഡ്രൈ ആകുമ്പോൾ ഇടിച്ചക്ക തോരൻ കറക്റ്റ് പാകമാവും. ഈ റെസിപ്പിയിൽ ഒരു പാളിച്ച പറ്റിയത് ഒരല്പം മുളക് പൊടി കൂടിപ്പോയി എന്നുള്ളതാണ്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ഈ റെസിപ്പി നിങ്ങൾ ഫോളോ ചെയ്തുണ്ടാക്കുമ്പോൾ പാകത്തിന് മുളക് പൊടി ഇടുക. പിന്നെ ഉഴുന്ന് പരിപ്പിട്ട് കടുക് വറക്കുമ്പോൾ പ്രത്യേകം ഒരു ടേസ്റ്റാണ്. അപ്പോൾ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ ഈ തോരൻ റെസിപ്പി നിങ്ങൾക്കും ഇഷ്ടപ്പെടുമായിരിക്കും. മറ്റൊരു നല്ല വിഭവവുമായി ഉടനെ വരാം. ബൈ ബൈ.